ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആചാര്യ അക്കാഡമി. ഇന്ന് നമ്മൾ എടുക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ഏരിയ അല്ല, പകരം എക്സാം ഓറിയൻറ്റഡ് ഏരിയ ആണ്. അതായത് പല എക്സാമിനും നിരന്തരം ചോദിക്കുന്നതും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൻ്റെ തലമുറകളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, പണ്ട് സമയങ്ങളിൽ ഏറ്റവും ആദ്യകാലത്തിൽ നമ്മൾ കണക്കുകൾ കൂട്ടുവാനും കുറയ്ക്കുവാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസ് ആയിരുന്നു അബാക്കസ്, അല്ലേ? അപ്പോൾ അബാക്കസ് ഇതിൻ്റെ എല്ലാം ഒരു ബേസാണ്. ശേഷം എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയും അതിൻ്റെ വികസനത്തോടു കൂടിയും നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പുത്തൻ ലോകത്തിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെ വന്നതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ, ആദ്യകാലത്തുള്ള ഒന്നാം തലമുറ കമ്പ്യൂട്ടർ. അപ്പോൾ 1946 മുതൽ 1959 വരെയുള്ള സമയമാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന യുഗം. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രം പറയാം. ഇതാ ഈ ഒരു പിക്ചർ നോക്കൂ. നല്ല വലിപ്പവും ഒരുപാട് സ്ഥലവും ആവശ്യമായിട്ടുള്ള ഒരു ഡിവൈസ് ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഇതിൻ്റെ നിർമ്മാണ ചെലവ് വളരെ കൂടുതലായിരുന്നു, ഒപ്പം തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗവും വളരെ കൂടുതലായിരുന്നു. ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. എന്താണ് വാക്വം ട്യൂബ്? ഇതാണ് ഈ ഒരു പിക്ചർ നോക്കൂ, അപ്പോൾ കാണാം. ഇതാണ് വാക്വം ട്യൂബ്. അതായത് ഒരു ഗ്ലാസ് ബൾബ് ഉണ്ട്, അതിനകത്ത് വയേഴ്സ് ഉണ്ട്. ഇതാണ് വാക്വം ട്യൂബ്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. വാക്വം ട്യൂബ് കണ്ടെത്തിയ വ്യക്തി ആരാണ്? നമുക്കറിയാം, 1904 സമയത്ത് ഇംഗ്ലണ്ടുകാരനായിരുന്ന ജോൺ ഫ്ലമിംഗ്, JOHNFLEMING, ജോൺ ഫ്ലമിംഗ് ആണ് 1904 സമയത്ത് വാക്വം ട്യൂബ് കണ്ടെത്തിയത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ, ലാംഗ്വേജ് ഏതാണ്? ഉത്തരം ബൈനറി ലാംഗ്വേജ് ആണ്. നമുക്കറിയാം 0-1 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നതാണ് ബൈനറി ലാംഗ്വേജ്. ഇതിനെ മെഷീൻ ലാംഗ്വേജ് എന്ന പേരിലും വിളിക്കാറുണ്ട്. അപ്പോൾ മറ്റൊരു പോയിൻ്റ്, ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ ഇൻപുട്ട് നൽകാനായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം പഞ്ച്ഡ് കാർഡ്സ് ആണ്. PUNCHED, പഞ്ച്ഡ്, പിന്നെ കാർഡ് CARDS, കാർഡ്സ്. അപ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഇൻപുട്ട് നൽകുവാനായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പഞ്ച്ഡ് കാർഡ്സ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദിക്കാം, ഔട്ട്പുട്ട് നൽകുവാനായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം പേപ്പർ ടേപ്സ്, PAPER, പേപ്പർ, പിന്നെ TAPS, പേപ്പർ ടേപ്സ് ആയിരുന്നു ഔട്ട്പുട്ട് കിട്ടുന്നതിനായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ നമുക്കറിയാം, ഇത് വെരി ലാർജ്, വളരെ വലുതാണ്, എക്സ്പെൻസീവ് ആണ്, മാത്രമല്ല റിക്വയർഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, വളരെ വലിപ്പം കൂടിയതാണ്, ഒരുപാട് നിർമ്മാണ ചെലവ് വരുന്നു, മാത്രമല്ല ഒരുപാട് ഇലക്ട്രിസിറ്റിയും നമ്മൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ എക്സാമ്പിളായി ഒരെണ്ണം പഠിക്കുക. ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? ഉത്തരം ENIAC, ENIAC, ENIAC എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റഡ് അനലേറ്റർ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. മാത്രമല്ല കുറച്ച് എക്സാമ്പിൾ കൂടി പഠിച്ചു വയ്ക്കുക. അവയൊക്കെയാണ് EDSAC, 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 പിന്നെ EDVAC, 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 പിന്നെ UNIVAC, UNIVAC ആർ സം എക്സാമ്പിൾസ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ കുറച്ചൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്ത ടൈം 1959-നും 65-നും മധ്യയാണെന്ന് പറയുന്നു. ഇതിൽ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ്. ഈ ഒരു പിക്ചർ നോക്കൂ, ഇതാണ് ട്രാൻസിസ്റ്റർ. നമുക്കറിയാം, ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ട്രാൻസിസ്റ്റർ. പ്രധാനമായിട്ടും സിലിക്കൺ, അതുപോലെ തന്നെ ജെർമേനിയം തുടങ്ങിയ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ട്രാൻസിസ്റ്റേഴ്സും നിർമ്മിക്കുന്നത്. ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറായിരുന്നു ട്രാഡിയാക്, TRADIAC. ട്രാഡിയാക് ആണ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ ഏതാണ്? ഉത്തരം അസംബ്ലി ലാംഗ്വേജ് ആണ്. മാഗ്നറ്റിക് ടേപ്പ് ആദ്യമായി ഉപയോഗിച്ചതും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ IBM 7030, IBM 7000, IBM 650 ഇവയൊക്കെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾസ് ആണ്.
അതുമാത്രമല്ല നമുക്കറിയാം ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ മുൻപ് നിർമ്മിച്ചിട്ടുള്ള കമ്പ്യൂട്ടറിന് അത്രയും എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് ആവുന്നില്ല, ഒരുപാട് സ്പേസ് നമുക്ക് ആവശ്യമില്ല, ഒരുപാട് ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമില്ല. അങ്ങനെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ നമ്മൾ കണ്ടെത്തിയതും അത് വികസിപ്പിച്ചതും. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മൂന്നാം യുഗത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ സമയം എന്ന് വെച്ചാൽ 1965-നും 71-നും ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ വികസിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതും 1965-71 കാലഘട്ടത്തിലുള്ള തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. ഇതിൽ പ്രധാനമായും ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് തേർഡ് ജനറേഷൻ എന്ന് ചോദിച്ചാൽ IC ചിപ്പുകളാണ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. നമുക്കറിയാം ട്രാൻസിസ്റ്റേഴ്സിനേക്കാളും വളരെ ചെറുതാണ് IC ചിപ്പ്, പക്ഷേ ട്രാൻസിസ്റ്ററിനേക്കാളും ഒരുപാട് വേഗത്തിൽ ജോലികൾ ചെയ്ത് തീർക്കാൻ സാധിപ്പിക്കുന്ന ഒരെണ്ണമാണ് IC ചിപ്പ്. അപ്പോൾ IC ചിപ്പ് മെയ്ഡ് കമ്പ്യൂട്ടേഴ്സ് ഫാസ്റ്റർ, ചീപ്പർ ആൻഡ് സ്മോളർ ദാൻ ദ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. രണ്ടാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിനേക്കാളും വളരെ ചീപ്പായിരുന്നു, അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ വളരെ ചെറുതുമായിരുന്നു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ചോദ്യം പറയാം. IC ചിപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറിൻ്റെ പേരെന്താണ്? ഉത്തരം IBM 360. IBM 360 ആണ് IC ചിപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഹണിവെൽ 6000, IBM 370 തുടങ്ങിയതൊക്കെ മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിളാണ്. അടുത്തതായി നോക്കുന്നതാണ് ഫോർത്ത് ജനറേഷൻ. ഓക്കെ, നാലാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ പീരീഡ് എന്ന് വെച്ചാൽ 1971-നും 80-നും മധ്യയാണെന്ന് പറയുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ചാൽ എ മൈക്രോ പ്രോസസർ കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ സിലിക്കൺ ചിപ്പ് ഓൺ വിച്ച് തൗസൻഡ്സ് ഓഫ് സർക്യൂട്ട്സ് ആർ പ്ലേസ്ഡ്. ഒരു സിലിക്കൺ ചിപ്പിനകത്ത് ആയിരക്കണക്കിന് സർക്യൂട്ട്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫോർത്ത് ജനറേഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്രോ പ്രോസസർ. അതുമാത്രമല്ല ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ സ്മോൾ, പോർട്ടബിൾ ആൻഡ് ചീപ്പർ. നമുക്കറിയാം വളരെ ചെറുതാണ്, പോർട്ടബിൾ ആണ്, മാത്രമല്ല വളരെ വിലക്കുറവുമാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ദേ യൂസ് ലെസ് ഇലക്ട്രിസിറ്റി ആൻഡ് പ്രൊഡ്യൂസ് ലെസ് ഹീറ്റ്. വളരെ കുറച്ച് ചൂടും അതുപോലെ തന്നെ കുറച്ച് ഇലക്ട്രിസിറ്റിയും എടുത്ത ഒരെണ്ണമായിരുന്നു ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഫസ്റ്റ് മൈക്രോ പ്രോസസർ ഏതാണെന്ന് ചോദിച്ചാൽ ഇൻറ്റൽ 4004, അതായത് 1971 വന്നിട്ടുള്ള ഇൻറ്റൽ 4004 ആണ് ഫസ്റ്റ് മൈക്രോ പ്രോസസർ. അതായത് ആദ്യ സമയങ്ങളിൽ സിംഗിൾ കോർ പ്രോസസ്സർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു സമയത്ത് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മാത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു സിംഗിൾ കോർ പ്രോസസ്സർ. പിന്നീട് ഇത് മാറ്റം സംഭവിച്ചു, അത് ഒരുപാട് പരിണാമത്തിലൂടെ കടന്നുപോയി. ഇന്ന് രണ്ടോ അതിലധികമോ സ്വതന്ത്ര കോറുകളുള്ള പ്രോസസ്സറുകളായ മൾട്ടി പ്രോസസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ i5, i7 ഇവയൊക്കെയാണ് പ്രധാനമായും ഉപയോഗിക്കുന്ന മൾട്ടി കോർ പ്രോസസ്സ്. ഓക്കെ, ഈ മൾട്ടി കോർ പ്രോസസ്സറുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന എലമെൻറ്റ് അല്ലെങ്കിൽ മൂലകമാണ് സിലിക്കൺ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ക്ലോക്ക് സ്പീഡ്. CLOCK SPEED. അതായത് ക്ലോക്ക് സ്പീഡ് എന്ന് വെച്ചാൽ മൈക്രോ പ്രോസസ്സറുകൾ നിർദ്ദേശങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന വേഗത്തെ വിളിക്കുന്ന പേരാണ് ക്ലോക്ക് സ്പീഡ്. ഇപ്പോഴത്തെ പ്രോസസ്സറുകളുടെ ക്ലോക്ക് റേറ്റ് കണക്കാക്കുന്ന റേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ജിഗാഹെഡ്സ് ആണ്. GIGAHERTZ. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ലാപ്ടോപ്പിൻ്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ 3.6 GHz ആണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന കോർ i5 കോറാണ്, i5 മൾട്ടി കോറാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് 3.6 ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ, അഞ്ചാം തലമുറ. ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് വെച്ചാൽ 1980 മുതൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സമയം വരെ. ഓക്കെ, അതാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ദ ഫ്യൂച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. വളരെ അഡ്വാൻസ്ഡ് ആണ് അഞ്ചാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടേഴ്സ്. പ്രധാനമായിട്ടും ദിസ് ജനറേഷൻ ഈസ് ബേസ്ഡ് ഓൺ പാരലൽ പ്രോസസ്സിംഗ് ഹാർഡ്വെയർ ആൻഡ് AI. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതായിരുന്നു ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് മറ്റൊരു ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? അതുപോലെ തന്നെ അടുത്ത ചോദ്യം,
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്ന് വിളിപ്പേരുള്ള വ്യക്തി ആരാണ്? രണ്ടിനും ഒറ്റ ഉത്തരമാണ് ജോൺ മക്കാർത്തി. ആരാണ്? ജോൺ മക്കാർത്തിയാണ് 1955 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള പദം ആദ്യമായി ഉപയോഗിച്ചതും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്ന വിളിപ്പേരുള്ള വ്യക്തിയും ജോൺ മക്കാർത്തിയാണ്. അപ്പോൾ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും PSCയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന ഏരിയയാണ് കമ്പ്യൂട്ടേഴ്സ് അക്കോർഡിംഗ് ടു സൈസ്. സൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ കുറച്ച് പിരിവുകളായി തിരിക്കാം. ഏറ്റവും ആദ്യത്തേതാണ് സൂപ്പർ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ എന്താണെന്ന് വെച്ചാൽ സൂപ്പർ കമ്പ്യൂട്ടർ ആർ ദ മോസ്റ്റ് കോംപ്ലക്സ് കമ്പ്യൂട്ടേഴ്സ്. നമുക്ക് വളരെ എളുപ്പമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റാണ് ജിലോപ്സ്, അതായത് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വേഗത അളക്കുന്ന ഏകകമാണ് ജിലോപ്സ്. അടുത്തൊരെണ്ണമാണ് CDC 6600, അതായത് ഏറ്റവും ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് CDC 6600. അടുത്തത് പരം 8000. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് പരം 8000. 1991 സമയത്തായിരുന്നു പരം 8000 വന്നത്. അടുത്ത ഒരു പോയിൻ്റാണ്, അതിനു മുന്നേ ഒരു പോയിൻ്റ് പറയാം. പരം എന്ന് വെച്ചാൽ സുപ്രീം, SUPREME, സുപ്രീം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊരു സംസ്കൃത പദമാണ്. പരം എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനാണ് പാരലൽ മെഷീൻ. ഇന്ത്യയുടെ കുറച്ച് പ്രധാനപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് ഏക, പരം, പത്മ തുടങ്ങിയവ. അടുത്ത ഒരു പോയിൻ്റാണ് ഫുഗാക്കു. എന്താണ് ഫുഗാക്കു? ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് ഫുഗാക്കു. അതായത് ജപ്പാൻ നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഒന്നാണ് ഫുഗാക്കു. 2021 ജൂൺ മാസം 29 ഫുഗാക്കു വരുന്നത്. പ്രധാനമായും 2 വ്യക്തികൾ, ഒന്ന് റിക്കൻ, മറ്റൊന്ന് ഫുജിറ്റ്സു. ഇവർ രണ്ടുപേരും ചേർന്നാണ് 2014 ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ശേഷം 2021 സമയത്ത് ഫുഗാക്കുവിനെ ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കേർണൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണിത്. 130 ബില്യൺ ആണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. 2020 ജൂണിൽ ഫുഗാക്കുവിന് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്നുള്ള പദവിയും ലഭിച്ചു. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരുപാട് കോംപ്ലക്സ് ടൈപ്പിലുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സൂപ്പർ കമ്പ്യൂട്ടർ. അടുത്തതാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആർ ലാർജ് ആൻഡ് എക്സ്പെൻസീവ്. ദേ ഹാവ് പവർഫുൾ പ്രോസസ്സർ ആൻഡ് വെരി ലാർജ് മെമ്മറീസ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ അതിൻ്റെ ഫിസിക്കൽ പാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ലാർജ് ആയിരിക്കും. ഒരുപാട് നിർമ്മാണ ചെലവ് വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പ്രോസസ്സേഴ്സ് വളരെ പവർഫുള്ളായിരിക്കും. ഇതിന് നല്ല കൂടിയ രീതിയിലുള്ള മെമ്മറി കപ്പാസിറ്റിയും ഉണ്ട്. അടുത്തൊരു പോയിൻ്റാണ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ക്യാൻ വർക്ക് ഓൺ ഇറ്റ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ അറ്റ് ദ സെയിം ടൈം. 100 കണക്കിന് ആൾക്കാർക്ക് ഒരു സമയം തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരെണ്ണമാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. അടുത്തൊരു പോയിൻ്റാണ് മാർക്ക് ഫസ്റ്റ്, അതായത് ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൻ്റെ പേരാണ് മാർക്ക് ഫസ്റ്റ്. അടുത്തൊരു പോയിൻ്റാണ് IBM, അതായത് മാർക്ക് ഫസ്റ്റിനെ വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്താണ് IBM. IBM എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോമാണ് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ കോർപ്പറേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിന് ചോദിക്കാറുണ്ട് IBM. അടുത്തതാണ് മിനി കമ്പ്യൂട്ടർ, ഓൾസോ നോൺ ആസ്. മിനി കമ്പ്യൂട്ടറിനെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം, ആ പേരാണ് മിഡ് റേഞ്ച് കമ്പ്യൂട്ടർ. അടുത്തതാണ് മിനി കമ്പ്യൂട്ടർ സ്മോളർ ആൻഡ് ചീപ്പർ ദാൻ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മിനി ഫ്രെയിം അല്ലെങ്കിൽ മിനി കമ്പ്യൂട്ടർ വളരെ ചെറുതും ഒപ്പം തന്നെ വില കുറഞ്ഞതുമാണ്. ആൻഡ് ഹാവ് ലെസ് പ്രോസസ്സിംഗ് പവർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മിനി കമ്പ്യൂട്ടർ വളരെ ചീപ്പറാണ്, അതുപോലെ തന്നെ വളരെ ചെറുതാണ്, അതുപോലെ അതിൻ്റെ പ്രോസസ്സിംഗ് പവറും വളരെ കുറവാണ്. അടുത്ത പോയിൻ്റാണ് PDP ഫസ്റ്റ്, അതായത് ഫസ്റ്റ് മിനി കമ്പ്യൂട്ടറിൻ്റെ പേരാണ് PDP-1. PDP എന്ന് വെച്ചാൽ പ്രോഗ്രാംഡ് ഡേറ്റ പ്രോസസ്സർ എന്നതാണ് അർത്ഥം. അടുത്തൊരു പോയിൻ്റാണ് PDP-8, അതായത് ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ മിനി കമ്പ്യൂട്ടറിൻ്റെ പേരാണ് PDP-8.
അടുത്ത ഏരിയയാണ് മൈക്രോ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ ഓൾസോ കോൾഡ് ഡെസ്ക്ടോപ്പ് ഓർ പേഴ്സണൽ കമ്പ്യൂട്ടർ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത് മൈക്രോ കമ്പ്യൂട്ടറിനെയാണ്. പല എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് മെയിൻലി യൂസസ് ബിസിനസ്, സ്കൂൾസ് ആൻഡ് ഹോംസ്. പ്രധാനമായും ബിസിനസ്സിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ സ്കൂളുകളുടെ ആവശ്യത്തിനോ അതുമല്ലെങ്കിൽ വീടുകളുടെ ആവശ്യത്തിനോ ആയിരിക്കും പ്രധാനമായും നമ്മൾ മൈക്രോ കമ്പ്യൂട്ടറിനെ ആശ്രയിക്കുക. ഓൺലി വൺ പേഴ്സൺ ക്യാൻ യൂസ് ദം അറ്റ് എ ടൈം. ഒരു സമയം ഒരാൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് മൈക്രോ കമ്പ്യൂട്ടർ. അടുത്ത പോയിന്റ്, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആർ സ്മോളർ ബട്ട് കോസ്റ്റർ ദാൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. ദേ ആർ ഓൾസോ കോൾഡ് നോട്ട് ബുക്സ്. അതായത് ഡെസ്ക്ടോപ്പിനേക്കാളും വളരെ ചെറുതും ഒപ്പം തന്നെ വളരെ വിലക്കൂടിയതുമാണ് ലാപ്ടോപ്പ്. ഇതിനെ നമ്മൾ നോട്ട്ബുക്ക് എന്ന പേരിലും വിളിക്കാറുണ്ട്. സം എക്സാമ്പിൾസ്, കുറച്ച് മൈക്രോ കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ് ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത ഈ 2 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമിനും ഇതിൽ നിന്നും ഒരു ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള പോയിൻറ്റ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക, അതനുസരിച്ച് കൊണ്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും സിലബസ് കണ്ടിന്യൂ ചെയ്യാം. താങ്ക്